രേഷ്മെ, CGP വന്നു, സമരം കഴിഞ്ഞു, രാജ്യത്ത് മാറ്റങ്ങൾ ഉണ്ടാക്കി. ഇതെല്ലാം കഴിഞ്ഞിട്ടും ഇപ്പോഴും ചർച്ച ചെയ്തിരിക്കുന്ന കുറെ രാഷ്ട്രീയ പ്രമുഖരുടെ സ്റ്റേറ്റ്മെന്റുകളും അതിനൊപ്പം കുറച്ച് ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ സെലിബ്രിറ്റികളുടെ സ്റ്റേറ്റ്മെന്റുകളും ഇപ്പോൾ അത്യാവശ്യം വ്യാപകമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഇന്ന് ചർച്ച ചെയ്യുന്നത്, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന പേളിമാണിയാണ്. ഒരു മാപ്പ് വീഡിയോയുമായി വന്നിട്ട് ഇപ്പൊ അത് മൊത്തത്തിൽ അവിടെ കിടന്ന് മെഴുകുന്ന ഒരു അവസ്ഥയാണ് കാണുന്നത്. രേഷ്മിക്ക് കണ്ടിട്ട് എന്ത് തോന്നുന്നു? പേളിമാണിയുടെ പ്രതികരണം എന്ന് പറയുന്നത് ഒരു മെഴുകലാണ്. അത് അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവും. അതിന്റെ താഴെ വരുന്ന കമന്റ് ബോക്സുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരുപാട് ചോദ്യങ്ങളും ഉണ്ട്. ഈ പേളിമാണി ഇപ്പോൾ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഒരു ക്ലാരിഫിക്കേഷൻ എന്നും പറഞ്ഞിട്ട് ആ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആ വീഡിയോക്കകത്ത് അവർ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നില്ല. അവർ ഇട്ടിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെന്റിനെ തൊട്ട് തലോടി പോകുന്നു എന്നൊക്കെ പറയത്തില്ല. അത്തരം രീതിയിൽ, അതായത് അതിനെ വേറൊരു രീതിയിലേക്ക് മാനിപ്പുലേറ്റ് ചെയ്ത് ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചത്, ഞാൻ നിങ്ങൾക്ക് ആർക്കും ദോഷം വരുന്ന രീതി സംസാരിച്ചിട്ടില്ല, എന്റെ ചിന്ത ഇങ്ങനെയാണ്. എനിക്ക് തോന്നുന്നത് അവരത് കുറച്ചുകൂടി മെഴുകിക്കൊണ്ടൊരു ക്ലാരിറ്റി വരുത്തിയാണ്. ഒന്നാമത്തെ കാര്യം, ഫോളോവേഴ്സ് വലിയ രീതിയിൽ കുറഞ്ഞു. പേളിമാണിയുടെ 4.7 അങ്ങനെയായിരുന്നു ആദ്യത്തെ ഫോളോവേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ 4.3 ആ ഒരു ഈ ഘട്ടത്തിലേക്ക് ഫോളോവേഴ്സ് വലിയ രീതിയിൽ തന്നെ കുറഞ്ഞു. ഇവർക്ക് ഒരു പക്ഷേ ഇവരുടെ ജീവിതത്തെ ബാധിക്കും. കാരണം ഈ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ എപ്പോഴും ഈ യൂട്യൂബും അതുപോലെ തന്നെ ആഡൊക്കെ പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ അതിനെയൊക്കെ കൊണ്ട് ജീവിക്കുന്നവരാണ്. അല്ലാതെ ഈ നീറ്റ് പരീക്ഷ എഴുതി അവർ MBBS അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പരീക്ഷ എഴുതിയ ആളുകളും അല്ല. അത്തരത്തിലേക്ക് അവർ പോയിട്ടുമില്ല. അപ്പോൾ അവർക്ക് എന്തും വായി തോന്നുന്നത് പറയാം. പിന്നീട് അവരുടെ പ്രേക്ഷകർക്ക് സങ്കടമായി അല്ലെങ്കിൽ പ്രേക്ഷകർ വലിയ തോതിൽ കുറഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു ക്ലാരിഫിക്കേഷൻ വീഡിയോ ആയിട്ട് വന്ന് അതിനെ മാനിപ്പുലേറ്റ് ചെയ്ത് പറയുന്നതിനോട് തീരെ താല്പര്യമില്ല. അവര് പറയുന്നുണ്ട്, ഞാൻ സിബി മലയിലിന്റെ അല്ലെങ്കിൽ അദ്ദേഹത്തെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോലും അവരവിടെ മാപ്പ് പറയുന്നുണ്ട്. മാപ്പ് പറയേണ്ട കാര്യം തന്നെയാണ്. കാരണം പരാജയപ്പെട്ട സിനിമകൾ എന്ന് ഒരിക്കലും അവർക്ക് അർഹിക്കാൻ പോലും അല്ലെങ്കിൽ അങ്ങനെ പറയാൻ പോലും അവർക്കൊരു അർഹതയില്ല. ആ ഒരു സ്ഥാനത്താണ് അവര് പരാജയപ്പെട്ട സിനിമകൾ എന്ന് പറയുന്നത്. പിന്നെ ഐ ലവ് സാഫ്രോൺ എന്നൊക്കെ പറഞ്ഞ് അവര് ഒരു എന്താ പറയാ, ഒരു തിളയ്ക്കുന്ന മൈൻഡോട് കൂടി ഇട്ടതാണ്. ഈ മൈൻഡോട് കൂടി ഇടുമ്പോ എല്ലാരും കാണുകയാണ്. ഇവരുടെ ഉള്ളിലുള്ള സാധനമാണ് പുറത്തേക്ക് വരുന്നത്. ഒരുപക്ഷെ അത് പലരെയും പേടിച്ചിട്ടായിരിക്കാം. ഇതിനു മുമ്പൊക്കെ ED റെയ്ഡൊക്കെ നടന്നിട്ടുള്ളതാണ്, നമുക്കറിയാം. അതുകൊണ്ടൊക്കെ ചിലപ്പോൾ ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവുമോ എന്ന് പേടിച്ചിട്ടായിരിക്കാം. എന്തായാലും ഈ പേളിമാണി ഇപ്പൊ നടത്തിയിരിക്കുന്ന ഒരു വിശദീകരണ വീഡിയോ എന്ന് പറയുന്നത് ഒട്ടും യോജിക്കാൻ പറ്റാത്തത്. അതിനകത്തെ കമന്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ 1% പോലും ആൾക്കാർ പേളിമാണിയെ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം അത് എല്ലാവർക്കും, മലയാളികളായിട്ടുള്ള അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ്. ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ എന്ന് പറയുന്നത് അത് ഒരു മാനിപ്പുലേറ്റിംഗ് അല്ലെങ്കിൽ അത് ആൾക്ക് പറ്റിയ ഒരു പ്രശ്നത്തെ നല്ലതാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ന്യായീകരിച്ചുകൊണ്ട് വന്നൊരു വീഡിയോ ആണെന്ന്. പലതവണ കരയാൻ വരുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടിരുന്നു. സൗണ്ട് ഇടറുന്നുണ്ട്. ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ലായിരുന്നു. ഒന്നീ പ്രൊട്ടസ്റ്റിനെ അനുകൂലിക്കാതിരിക്കാം, അല്ലെങ്കിൽ അതിനെ അനുകൂലിക്കാം. ഇത് രണ്ടും കെട്ട വർത്തമാനം പറഞ്ഞിട്ട് അവസാനം എന്താ പറയാ, 2 വള്ളവും പോയപ്പോ പേളി വെള്ളത്തിൽ വീണ് ആ ഒരു അവസ്ഥയാണ്. എന്നിട്ട് ഇപ്പൊ ജനങ്ങൾ ഏറ്റെടുത്തോ? അതാണ്. അതായത് ഈ നമ്മളൊരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ പേളിമാണിയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ 4.7 മില്യൺ ആൾക്കാർ എന്ന് പറയുന്നത് ചെറിയ ഒരു ജനക്കൂട്ടമല്ല. അവരെ വിശ്വസിക്കുക, അവരെ സ്നേഹിക്കുകയൊക്കെ ചെയ്യുന്ന ഒരുപാട് ആളുകളാണ്. അപ്പൊ ഈ ആളുകളൊക്കെ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ഇൻസ്റ്റഗ്രാമിൽ. അവർ ഇടുന്ന ഒരു സ്റ്റോറിയൊക്കെ ഇതേപോലെ 2 മില്യൺ അല്ലെങ്കിൽ 3 മില്യൺ എന്നൊക്കെ പറഞ്ഞ് കാണുമ്പോൾ അത്രയും ആളുകൾ അവരെ വിശ്വസിക്കുന്നു, സ്നേഹിക്കുന്നു എന്നൊക്കെ നമുക്ക് കാണാം. അതിനകത്ത് പകുതി പേരും. അപ്പം ഇത്തരം ഒരു സ്റ്റേറ്റ്മെന്റ് ഇടുമ്പോൾ തീർച്ചയായിട്ടും ആൾക്കാർ അവരെ നോക്കും. ഇതില് പേളിമാണി പറയുന്നുണ്ട്, ഈ സംഭവം അല്ലെങ്കിൽ നമ്മുടെ ഈ CJPയുടെ സമരം തുടങ്ങിയ കുറച്ച് നാൾ കഴിയുമ്പോൾ തൊട്ടേ പേളിമാണിക്ക് മെസ്സേജ് വരുന്നുണ്ടായിരുന്നു. എന്തുകൊണ്ട് പേളിമാണിയുടെ സ്റ്റാൻഡ് പറയുന്നില്ല, എല്ലാവരും പറയുന്നു, എന്തുകൊണ്ട് പറയുന്നില്ല എന്നൊക്കെ ഇൻബോക്സിൽ ഒരുപാട് മെസ്സേജ് വന്നിരുന്നു എന്നത്രേ. അങ്ങനെ പറയുന്നുണ്ട് വീഡിയോയില്. അത് കഴിഞ്ഞിട്ട് ആ മെസ്സേജുകളൊക്കെ വായിച്ചിട്ട് പിന്നെ പുള്ളിക്കാരി ഇതിനെപ്പറ്റി ഒരുപാട് സ്റ്റഡി, ഈ സമരത്തെ പറ്റിയൊക്കെ ഒരുപാട് പഠിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്തത്. ഈ സമരത്തെ പറ്റി എന്താണ് ഇത്രത്തോളം പഠിക്കാനുള്ള? അഞ്ജന ഒന്ന് ആലോചിച്ച് നോക്കി, ഈ സമരം എന്തിനു വേണ്ടിയായിരുന്നു? എനിക്കൊന്ന് ഈവൻ കൊച്ചു കുട്ടികൾ പോലും പ്രതികരിക്കുന്നുണ്ട് ന്യായമായ രീതിയിൽ, അല്ലേ? അതായത് നീറ്റ് പരീക്ഷ പേപ്പർ ചോർന്നു, അതിനകത്ത് ഒരുപാട് സ്റ്റഡി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. നീറ്റ് പരീക്ഷ പേപ്പർ ചോർന്നു, അതിന്റെ പേരിൽ 20 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തു. ആ വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കണം. അത് ഇന്ന കാരണത്താലാണ് നീറ്റ് പേപ്പർ ചോർന്നത്. പല ഘട്ടങ്ങളിലായി പല സ്ഥലങ്ങളിൽ പോയിട്ടാണ് അതായത് പൈസക്ക് ഈ പേപ്പർ വിറ്റു. ഈ വിറ്റതിന്റെ പ്രശ്നത്തില് MBBS കിട്ടിയവരും, അതായത് ഈ റീവാലുവേഷന് പോവുമല്ലോ, ആ സമയമുള്ളവരും അല്ലാതെ ഇതിനി വീണ്ടും കിട്ടാൻ സാധ്യതയുണ്ടോ? കാരണം അവര് നല്ല വൃത്തിക്ക് എഴുതിയ ഒരു പക്ഷേ എക്സാം ആയിരിക്കും. അവർക്ക് ഇനി ഇത് വീണ്ടും പോയി കഴിഞ്ഞാൽ അവരുടെ കയ്യിൽ നിൽക്കുമെന്ന് അറിയാതെ ഭയം കൊണ്ട് മരിച്ച 20 കുട്ടികൾ.
അതല്ലാതെ മാനസികമായിട്ടുള്ള വിഷമത്തിലൂടെ കടന്നു പോകുന്ന 20 കുട്ടികള് കഷ്ടപ്പെട്ട് ഇത്രയും വർഷം 20 കുട്ടികളല്ല, അതിലേറെ കുട്ടികള് കഷ്ടപ്പെട്ട് പഠിച്ച കുട്ടികള്, ഇവരൊക്കെ നീതിക്ക് വേണ്ടി നടത്തുന്ന ഒരു സമരം. ഇതിനെ എത്രത്തോളം സ്റ്റഡി ചെയ്യണമെന്നാണ് പറയുന്നത്? അതോ BJPക്ക് ഇതിന് അനുകൂലമായിട്ട് പറയാൻ പാടില്ല, അല്ലെങ്കിൽ BJPക്ക് പ്രതികൂലമായിട്ട് പറയാൻ പാടില്ല, BJPയും കൂടി ചേർത്തിണക്കി എങ്ങനെ പറയണം എന്നായിരിക്കും സ്റ്റഡി ചെയ്തത്? അല്ലാതെ ഈ സമരത്തെ മാത്രം സ്റ്റഡി ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ സ്റ്റഡി ചെയ്തിരുന്നെങ്കിൽ ഒരിക്കലും ഈ പേളി മാണി ഇങ്ങനൊരു സ്റ്റേറ്റ്മെന്റ് നടത്തത്തില്ല. അതും ഐ ലവ് സഫ്രോൺ, അത് ഡിലീറ്റ് ആക്കുന്നു, അതിന്റെ കളറ് കാവി കളറാകുന്നു, അവരുടെ സ്റ്റേറ്റ്മെന്റിന് കാവി കളറാകുന്നു. ആ കാവി കളറ് ക്യാൻവയിൽ ഇട്ടപ്പോൾ തന്നെ ഫസ്റ്റ് വന്ന കാവി കളറാണെന്ന് പറയുന്നു. ഇതൊക്കെ വിശ്വസിക്കാൻ കുറച്ച് സമയം എടുക്കും. അവർക്ക് ചിലപ്പോൾ അതൊക്കെ സ്ക്രിപ്റ്റ് ചെയ്ത് വെച്ചേക്കുമായിരിക്കും. കാരണം ഒരുപാട് തളർന്നുപോയി, അത്രയും ഫോളോവേഴ്സ് കുറഞ്ഞു. ഇനി ഒരു കാര്യം അഞ്ജന, അത് മാത്രമല്ല, ഈ പേളിമാണി പറഞ്ഞത് മാത്രമല്ല, രാഷ്ട്രീയ പ്രവർത്തകര് അല്ലെങ്കിൽ RSSന്റെ നേതാവ് എന്ന് പറയുന്ന ഒരു ആളുണ്ട്. സമരത്തിന് എത്തിയ പെൺകുട്ടികളും സ്ത്രീകളും ബലാത്സംഗം ഇഷ്ടപ്പെടുന്നവർ. എത്ര വൃത്തികെട്ട പോസ്റ്റാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വേറെ TG മോഹൻദാസ് പറഞ്ഞ വാക്കുകളാ. എന്നിട്ട് ഞാനായിരുന്നെങ്കിൽ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർക്കും, ശവങ്ങൾ പെറുക്കി ആശുപത്രിയിൽ എത്തിക്കും. അതുകൊണ്ട് അയാളുടെ ഈ തോക്കില്ലാത്ത അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം, ഇമാതിരി ആളുകളൊക്കെ RSSൽ ഉണ്ട് എന്ന് പറയാം. RSSൽ എല്ലാവരും ഇങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല, നല്ല ഒരുപാട് ആളുകളുണ്ട്. പക്ഷെ ഇത്തരം ആളുകളാണ് ഇങ്ങനെ വർഗീയത തുപ്പുന്നതും ഇതുപോലെ തന്നെ വന്നിരുന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ആളുകളുടെ മുന്നിൽ നമ്മൾ എങ്ങനെ ഒരാൾ പോകും? ഒരു സ്ത്രീ അല്ലെങ്കിൽ ഇവരെ വീട്ടിൽ എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇവരെ എന്തെങ്കിലും ഒരു സഹായം ചോദിക്കാൻ പറ്റുമോ? ഇവരെ ഫോൺ കോളിൽ വിളിക്കുമ്പോൾ ഇവരെങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത്? ഇവരൊക്കെ ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഈ ഒരു രീതിയിലാണ് കാണുന്നത്. ഇവരൊന്നും ഒരിക്കലും ഡെവലപ്മെന്റ് ആഗ്രഹിക്കാത്തവരാണ്. കാരണം ഈ കുട്ടികൾ പഠിക്കുന്നത് എന്തിനേറെ പറയുന്നു, ഈ കേന്ദ്രത്തിലെ എവിടെയോ ഒരു വിദ്യാഭ്യാസ മന്ത്രി, ബീഹാറിലാണെന്ന് തോന്നുന്നു, പെൺകുട്ടികൾ പഠിക്കണ്ട, മോദി കൊണ്ടുവന്ന സ്ത്രീ ശാക്തീകരണം ഉണ്ട് എന്ന് പറഞ്ഞ വ്യക്തികളാണ്. അത്രയും ചാണകം തലയിലിരിക്കുന്ന ആളുകളാണ്. അപ്പം എല്ലാവരും അങ്ങനെയാണെന്നല്ല പറയുന്നത്. ഇത്തരം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എത്ര വലിയ തെറ്റാണെന്നറിയോ? അതായത് പെൺകുട്ടികളൊക്കെ അവിടെ എത്തുന്ന വിദ്യാർത്ഥിനികളൊക്കെ ഈ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ആളുകളാണെന്ന്. ഇയാൾക്കൊക്കെ സത്യം പറഞ്ഞ മക്കളുണ്ട്, ഈ മക്കളൊക്കെ കാണുന്നുണ്ട്. രണ്ടാമത്തെ ഒരാള് പറഞ്ഞിരിക്കുന്ന സന്ദീപ് വചസ്പതി എന്ന് പറയുന്ന RSSന്റെ ഒരു നേതാവ് പറയുന്നതാണ്, റിയൽ രൂപമല്ലാത്ത ഈ ഒരു പ്രക്ഷോഭത്തിന്റെ അമരക്കാരൻ അമേരിക്കയിലാണ് ഇരിക്കുന്നത്. അവരുടെ സോഷ്യൽ മീഡിയ ഫോളോവേഴ്സിന്റെ 49% പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, തുർക്കി എന്നിവിടങ്ങളിൽ നിന്നാണ്. ഇയാൾ ഇതിന്റെ ഡീറ്റെയിൽ ഉൾപ്പെടെ കൊണ്ടുവരട്ടെ. എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരു പ്രശ്നം, അതായത് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രശ്നത്തെ അവര് രൂപകൽപ്പന ചെയ്ത് അത് എങ്ങോട്ടേക്കാണ് കൊണ്ടുപോകുന്നത്? പാകിസ്ഥാനിലേക്ക് കൊണ്ടുപോകുന്നു. ഇവിടെ വർഗീയത തുപ്പുന്നവരാണ് ഇവരൊക്കെ. അമേരിക്കൻ, അത് ട്രംപിന്റെ കയ്യിൽ ഫണ്ട് വാങ്ങിയതാണെന്ന് പറയുന്നവരുണ്ട്. അത് ട്രംപിനെയും ഈ പുടിനെയും കൂടി ഒരുമിച്ച് നിർത്തിയ ഇതിൽ ആരാ ട്രംപ് എന്ന് ചോദിച്ചാൽ പലർക്കും അറിയത്തില്ല. ഇനി ഇന്ത്യൻ ഇടതുപക്ഷവും ചൈനയും ചേർന്ന് ഇന്ത്യൻ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ നടത്തിയ ഗൂഢാലോചനയാണിത്. ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ പോകുന്നില്ല. ഇന്ത്യയിലെ അല്ലെങ്കിൽ ഇന്ത്യയും ഇടതുപക്ഷവും ചേർന്ന്, ഇന്ത്യൻ ഇടതുപക്ഷവും ചൈനയും കൂടി ചേർന്നിട്ടാണ് ഈ പ്രക്ഷോഭം ഉണ്ടാക്കിയതെന്നാണ് പറയുന്നത്. അത് RV ബാബു എന്ന് പറയുന്ന ഹിന്ദു ഐക്യവേദി നേതാവ്. എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെ, ഏകദേശം ഈ എല്ലാ ഗണങ്ങളും ഈ ഒരു പാർട്ടിയിൽ എങ്ങനെ വന്ന് പെടുന്നു എന്നതാണ് മനസ്സിലാവാത്തത്. കാരണം ഇത്രയും മണ്ടന്മാര് ഈ ജനൻ TVയിലൊക്കെ ഇരുന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു മെസ്സിയുടെ അല്ലെങ്കിൽ ജിഹാദികളാണ് ഈ ലോകകപ്പ് അല്ലെങ്കിൽ നടത്തുന്നത് എന്നൊക്കെ പൊട്ടത്തരം മാത്രം പറയുന്ന ഇവർക്കൊക്കെ വിദ്യാഭ്യാസം ഇവരൊക്കെ ഒന്നും ഇല്ല എന്ന് പറയുന്നത് സത്യ. ഈ യുവമോർച്ചക്കാര് ടൊവിനോടെ വീട്ടിൽ പോയി സ്ട്രൈക്ക് ചെയ്യുക, PSCക്ക് നീതി ലഭിച്ചില്ല. ഇവന്മാര് PSCക്ക് ഇല്ലെങ്കിൽ ഈ PSC വിഷയം നടക്കുന്നതിന് മുമ്പേ നാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഈ PSC പ്രശ്നം വരുന്നതിന് മുമ്പാണ് അയോധ്യ വിഷയം നടന്നത്, ബദ്രിനാഥിലെ സ്വർണ്ണക്കൊള്ള നടന്നത്. ഇവന്മാർക്ക് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള നടന്നപ്പോ കൊടിയും പിടിച്ച് പ്രതിഷേധം നടത്താറിയാ. പക്ഷെ അയോധ്യയിലോ ഒറ്റ BJP RSSകാരും നേതാക്കളും RSS അല്ലെങ്കിൽ BJP നേതാക്കളുടെ അടുത്ത് ഒരൊറ്റ കാര്യം ചോദിക്കുക, നിങ്ങൾ ഇത്രയും പ്രശ്നവും വർഗീയതയും അല്ലെങ്കിൽ അമേരിക്കയിൽ നിന്ന് ഫണ്ട് കൊണ്ടുവന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരൊറ്റ ചോദ്യം, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ അയോധ്യ വിഷയത്തിലൊന്നും കൊടി പിടിച്ചു പോകാത്തത്? നിങ്ങൾക്ക് ധൈര്യം, RSS അല്ലെങ്കിൽ BJPയുടെ നേതാക്കൾ നിങ്ങൾക്ക് ഇപ്പോഴും ധൈര്യം ഉണ്ടെങ്കിൽ അതിനെതിരെ നിങ്ങൾ പ്രതിഷേധം നടക്കണം. വിശ്വാസികളുടെ ഫണ്ടാണ്, കോടിക്കണക്കിന് പൈസയാണ് കൊണ്ടുപോയിരിക്കുന്നത്, അതിനൊന്നും പ്രശ്നമില്ല. ഇത്തരം കാര്യങ്ങളിലേക്ക് നമുക്ക് പിന്നെ എന്തായാലും ഇപ്പം ഈ RSSകാരുടെ ഒരു മൊത്തത്തിലുള്ള എല്ലാവരുടെയും തലയിലെ
തലച്ചോറ് സെയിം ചാണകമാണ്. സമരത്തിന് പിന്നിൽ USS ഫണ്ടിങ്, ഇതിന് പിന്നിൽ ജോർജ് സൊറോസിനെ പോലുള്ളവരുടെ വിദേശ ഫണ്ടിങ്ങും ഇന്ത്യക്കെതിരെയുള്ള ഗൂഢാലോചനയും. ഇത് ആരുമല്ല പറഞ്ഞത്, മേജർ രവി. മേജർ രവിയുടെ വായിന്ന് ഇങ്ങനത്തെ കാര്യങ്ങൾ നേരത്തെ തൊട്ടേ കേൾക്കും, നമ്മൾ പ്രതീക്ഷിക്കാം. അത്തരം മണ്ടത്തരങ്ങൾ മേജർ രവി, അങ്ങനെ കുറച്ച് ആളുകളുണ്ട്, ഈ പറയുന്ന മോഹൻദാസ്, അവരൊക്കെ പറയും. അവരൊക്കെ നേരത്തെ തൊട്ടേ ഇത്തരം തുപ്പുന്ന കാര്യങ്ങളാണ് പറയുന്നത്. ചാണകം തലയ്ക്കുള്ളിൽ കൂടുതലുള്ളവരാണ്. ഇതിനേറെ പറയുന്നത് ഈ വിസ്മയ മോഹൻലാലിന് രാഷ്ട്രീയമില്ലെന്ന് പറയാൻ ഇദ്ദേഹത്തിന് എങ്ങനെ കഴിയും? ഇദ്ദേഹം പറയുന്നത് ഞാൻ കുഞ്ഞുനാൾ തൊട്ടേ കണ്ടതാണ്, എനിക്കറിയാം, കൊച്ചിന്റെ വളർച്ചയെല്ലാം അറിയാം. കുട്ടിയുടെ രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത് കണ്ട് അല്ലെങ്കിൽ ആരെങ്കിലും കാണുന്നതാണോ വളർച്ചയൊക്കെ? എനിക്ക് അല്ല എന്റെ ഉള്ളിൽ അല്ലെങ്കിൽ എന്റെ രാഷ്ട്രീയം എന്താണെന്നുള്ളത് രേഷ്മയ്ക്ക് അറിയോ? ഇല്ല, തീർച്ചയായിട്ടും അറിയത്തില്ല. അത് ഈ ദൂരെ നിന്ന് കണ്ട് നമ്മുടെ മേജർ രവി അതെല്ലാം കണ്ട് വീക്ഷിച്ച് നിന്ന ഒരാളാണെന്നാണ് മേജർ രവി പറയുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ പല മണ്ടത്തരവും പറയാം എന്നുള്ളതാണ്. ഇപ്പം ഞാനിപ്പോൾ നല്ലത് കണ്ടാൽ നമ്മൾ നല്ലതെന്ന് പറയും. അതായത് CPM-ന്റെ ഏതെങ്കിലും നല്ല കാര്യങ്ങൾ നമ്മൾ വാർത്ത ചെയ്യാറുള്ളപ്പോൾ നല്ലതെന്ന് പറയും. അവരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടെങ്കിൽ നമ്മൾ വീഴ്ച ഉണ്ടെന്ന് പറയും. ഈ പറയുന്ന VD സതീശനെ നമ്മൾ നല്ല കാര്യങ്ങൾ കണ്ടാൽ അതേപോലെ തന്നെ പറയും. പക്ഷെ അദ്ദേഹം ചെയ്യുന്ന ചില തെറ്റുകൾ അല്ലെങ്കിൽ അദ്ദേഹം പിന്മാറുന്ന കാര്യങ്ങൾ കണ്ടാൽ നമ്മളത് വാർത്തയിലൂടെ പറയും. പക്ഷേ ഇതേപോലെ, അതായത് ഒരാളുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എത്രത്തോളം, ഇപ്പൊ ഞാൻ ഇങ്ങനെ രണ്ട് പാർട്ടീനെയും പറയുന്നുണ്ട്, BJP-നെയും പറയുന്നുണ്ട്. അപ്പൊ എന്റെ രാഷ്ട്രീയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഞ്ജനയ്ക്ക് പറയാൻ സാധിക്കുമോ? ഇല്ല. അതാണ്, നമുക്ക് എല്ലാവർക്കും ഒരു രാഷ്ട്രീയ ബോധമുണ്ട്. ഇപ്പൊ ഈ വിസ്മയ മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ പെൺകുട്ടിയല്ല, അവരൊരു വലിയ സെലിബ്രിറ്റിയുടെ മകളാണ്. അപ്പൊ അവർക്കുള്ള രാഷ്ട്രീയ ബോധം എന്ന് പറയുന്നത് എന്നും അവരുടെ ഉള്ളിലും കാണും, അല്ലെങ്കിൽ അവരുടെ കുടുംബത്തില് എല്ലാവർക്കും അറിയായിരിക്കാം. പക്ഷെ അതൊരിക്കലും അവര് പബ്ലിഷ് ചെയ്യാൻ ഒരിക്കലും താല്പര്യം കാണത്തില്ല, കാരണം അവർ അത്ര വലിയ സെലിബ്രിറ്റിയാണ്. ചിലപ്പോൾ അതിൻ്റെതായ ചിലപ്പം ദോഷങ്ങളും നല്ല കാര്യങ്ങളും ഉണ്ടാവാം, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷെ ഈ മേജർ രവി പറയുന്നതിനോട് യോജിക്കുന്നില്ല. ഇനി കശ്മീരിൽ കല്ലേറ് നിർത്താൻ അറിയാമെങ്കിൽ പിന്നെയാ ഡൽഹി. ഇതിന് നമ്മൾ മറുപടി കൊടുക്കുന്നതിലും നല്ല മറുപടി ചന്തു കൊടുത്തിട്ടുണ്ട്. കണ്ടിരുന്നോ ചന്തുവിന്റെ? കശ്മീരിൽ കല്ല് നിർത്തിയവര് ഇവിടെ കല്ല് ഇട്ടിട്ട് പോയി എന്ന് കേട്ടു. ഇതിനൊക്കെയുള്ള മറുപടി ഓരോ ആൾക്കാരും കൊടുക്കുന്നുണ്ട്. എന്തായാലും അഹാന കൃഷ്ണ സമരത്തെ അനുകൂലിക്കുന്നു, പിതാവ് അനുകൂലിക്കുന്നില്ല. രണ്ടുപേരെ എഡ്യൂക്കേഷനും വിവരവും ബോധവും കൂടി ചെക്ക് ചെയ്യേണ്ടിയിരിക്കുന്നു. ഞങ്ങൾ തെരുവിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇന്ന് തെരുവിൽ നിന്ന് BJP-ക്കെതിരെ വെല്ലുവിളിക്കുന്നവർ തെരുവിലുണ്ടാകില്ല. ഗോപാലകൃഷ്ണനാ BJP നേതാവാ പറഞ്ഞത്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഡൽഹിയെ പറ്റിയ ഒരു വാർത്തയും വന്നില്ല, ഡൽഹി ഭസ്മമായി പോയി എന്ന് പറഞ്ഞൊരു ബ്രേക്കിംഗ് ന്യൂസ് വന്നാലും കണ്ടാർന്നോ? കണ്ടിരുന്നു അല്ലെ? BJP-യിലെ നേതാക്കളെല്ലാം ഭസ്മമായി പോയി. ഡൽഹി ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ ആരെയും അടിച്ചമർത്താനോ അല്ലെങ്കിൽ കീഴ്പ്പെടുത്താനോ നേരത്തെ ഒരു വിചാരം ഉണ്ടായിരുന്നു, ഈ ജെൻസി കിഡ്സിനെ വരുതിയിലേക്കാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയ്ക്ക് രാഷ്ട്രീയ ബോധമില്ല, അല്ലെങ്കിൽ അവരെ അടിച്ചമർത്താം, പൈസ കൊണ്ട് ജീവിക്കുന്നത് ഇന്ത്യയിലാണ് സർ എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ പറയേണ്ടി വരും അല്ലേ? ഇതെല്ലാം കണ്ടും കേട്ടും ഒക്കെ വളരുന്നത് ജെൻസികൾ എന്ന് പറഞ്ഞിട്ട് അല്ലെ, അവര് സത്യം പറഞ്ഞാൽ സോഷ്യൽ മീഡിയ വഴിയാണ് അവർ ഏറ്റവും കൂടുതൽ ഈ ഒരു സമരം മുന്നോട്ട് കൊണ്ടുപോയതെന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. മാത്രമല്ല ഈ സമരത്തിന്റെ പ്രായം 2.5 മാസമാണ്. ഈ സമരത്തിന്റെ പ്രായം എന്ന് പറയുന്നത് പാറ്റകൾക്ക് 2.5 മാസം മതിയായിരുന്നു BJP-യുടെ ഈ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ തറയിറക്കാൻ. ആ കുഞ്ഞുങ്ങളാണ്, ആ കുഞ്ഞു പാറ്റകളാണ് നിങ്ങളെ തറയിൽ ഇറക്കിയത്. ഇത് നാളെ വളർന്ന് വോട്ട് ബാങ്കായിട്ട് മാറും. അത് വലിയ തിരിച്ചടിയായിരിക്കും BJP-ക്ക്. ഇനി ഇതൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇനി നടന്നത് വിദ്യാർത്ഥി സമരമായിരുന്നില്ല, രാജ്യദ്രോഹികളുടെയും തീവ്രവാദികളുടെയും പ്രകടന സമരം. അതിന് വിദേശ ഫണ്ട് വന്നതൊക്കെ ഇനിയും എല്ലാവരും അറിയും. മായ മേനോൻ എന്ന് പറയുന്ന ഒരു RSSന്റെ അനുകൂല അഭിനേത്രിയാണ് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നത്. നമ്മൾക്കറിയാം ഒരു കുട്ടി പഠിച്ച് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് നീറ്റ് എക്സാമിൽ പാസ്സാവുന്നതെന്ന്. ഇതിനെ അനുകൂലിക്കുന്ന RSS BJP നേതാക്കളെ നിങ്ങൾ സർക്കാർ ആശുപത്രിയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പ്രൈവറ്റ് ഹോസ്പിറ്റലോ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചികിത്സ കൃത്യമായിട്ട് കിട്ടുമെന്ന് ഉറപ്പുണ്ടോ? കാരണം എന്തോരം ചികിത്സാ പിഴവാണ് ഇവിടെ നടക്കുന്നത്. വയറ്റിൽ കത്രിക കുടുങ്ങുന്നു. ഇതൊക്കെ ഒരുപക്ഷെ റിയൽ, അതായത് പഠിച്ച് അങ്ങനെ തന്നെ കയറിയവരായിരിക്കണമെന്നില്ല. ചിലപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വീഴ്ചകൾ ഈ പഠിക്കാതെ പൈസ കൊടുത്തിട്ട് കയറുന്ന ആളുകളിൽ നിന്ന് നമുക്കുണ്ടാകും. നാളെ നമ്മൾ എങ്ങനെ വിശ്വസിച്ച് മരുന്ന് കഴിക്കും? ഈ അടുത്തായിട്ട് ഒരുപാട് സമയങ്ങളായിട്ട്, അതായത് ഈ ഇൻസ്റ്റഗ്രാമിൽ റീൽസ് വരുന്നത് എന്തുവെന്നറിയോ? ഈ ഫാർമസിന്ന് കൊടുക്കുന്ന ടാബ്ലറ്റ്സ് കറക്റ്റ് രോഗത്തിനുള്ളതല്ല. ഇപ്പൊ നമ്മൾ ഒരു ടാബ്ലറ്റ് മേടിക്കുകയാണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്യണം. ഞാൻ മേടിച്ച ഒരു ടാബ്ലറ്റ് പനി കുറയാൻ വേണ്ടി മേടിച്ചൊരു ടാബ്ലറ്റാ, പക്ഷെ എനിക്ക് കിട്ടിയത് അതല്ല. നമ്മൾ പോയി മാറിയപ്പോഴത്തേക്കും അവരത് മാറ്റി തന്നു, ഇത് മാറിപ്പോയതാന്ന് പറഞ്ഞു.
രേഷ്മ, നമുക്കിപ്പോ അത് വായിക്കാനും എഴുതാനുള്ള അറിവുണ്ടായിട്ട് നമ്മളത് കണ്ടുപിടിച്ചു. അപ്പൊ ഇതുപോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഇത്തിരി പ്രായം ചെന്ന ആൾക്കാരുടെ അവസ്ഥ അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതാണ് ഹോസ്പിറ്റലിൽ മാത്രം ആശ്രയിച്ച് ഇപ്പൊ അവർക്കൊക്കെ ചിലപ്പോൾ ഈ പറയുന്ന പോലെ പ്രൈവറ്റ് ഹോസ്പിറ്റലൊന്നും പോകാനുള്ള സാഹചര്യം ഉണ്ടാവില്ല. ഈ പറയുന്ന ഗവൺമെന്റ് ആശുപത്രികളിലാണ് അവർ ആശ്രയിക്കുന്നത്. അവിടെ പോകുമ്പോൾ ഇങ്ങനെയുള്ള പിഴവുകളും കാര്യങ്ങളുമാണ്. ഈ പറയുന്ന പോലെ നഴ്സുമാരുടെ സമരം, അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാവുന്നത്. പാർട്ടികളുടെ സമരം രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വിദേശ ഫണ്ട് വരുന്നുണ്ടോ എന്ന് അന്വേഷിക്കണം. രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് പാർട്ടികളുടെ ഒരു സമരം എന്ന് ആണ്, രാഷ്ട്രീയ ലക്ഷ്യത്തോടെ ആണെന്ന് തന്നെ പറയാം. അതുകൊണ്ടാണല്ലോ ഒരു മന്ത്രിനെ ഇറക്കി വിട്ടത്. സത്യത്തിന് നേരെ പ്രതിഷേധിക്കുന്ന ഒരു പാർട്ടി തന്നെയാണ് CJP. നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ലല്ലോ രേഷ്മ, അല്ലേ? ഞാൻ പറയട്ടെ, ഈ ഫണ്ട് വരുന്നുണ്ട് എന്നൊക്കെ പറയുന്ന കുറച്ചായിട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. CJPക്ക് ഫണ്ട് വരുന്നുണ്ട്, വരാതിരിക്കാം, അത് ചിലപ്പോൾ നമുക്ക് അറിയത്തില്ല, ഇനി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. പക്ഷെ അവർ നല്ലൊരു കാര്യം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് തുറന്നു പറയാലോ. അതെ, അവരുടെ ആശയം അവരുടെ സമരവും നീതിക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് അംഗീകരിച്ചു, അതെ അംഗീകരിച്ചു കൊടുക്കേണ്ട സമരമാണ്. ഈ പറയുന്ന കണക്ക് BJP നടത്തുന്ന സമരങ്ങൾ എന്തൊക്കെയാണ്? BJP ഏതെങ്കിലും ഞാൻ ഒന്നുകൂടി അയോധ്യയിലേക്ക് പോവുക. അയോധ്യയുടെ ഇത്രയും വിശ്വാസികളെ പറ്റിച്ചുണ്ടാക്കിയ ഒരു രാമക്ഷേത്രം, അങ്ങനെ തന്നെ അതിനെ വിശേഷിപ്പിക്കാം. വിശ്വാസികളുടെ ഫണ്ട് തിന്നാൻ വേണ്ടി BJP സർക്കാർ ഒരുക്കിയ ഒരു രാമക്ഷേത്രം. എത്ര പേരുടെ വീടുകൾ നഷ്ടമായി, കടകൾ നഷ്ടമായി. ആ തെരുവില് ഇന്നും വീടും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള നഷ്ടപരിഹാരം കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. അത് രാഹുൽ ഈശ്വരുമായിട്ട് ഞാൻ ഈ ഒരു അയോധ്യ വിഷയത്തെ പറ്റി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, അദ്ദേഹം അവിടെ പോയപ്പോൾ കണ്ട അങ്ങനെയൊക്കെ കുറെ ആളുകൾ അവിടെ ഉണ്ടെന്ന് അദ്ദേഹം നേരിട്ട് കണ്ടിട്ടുണ്ട്. മാത്രമല്ല, ഈ വിശ്വാസികൾ സമർപ്പിക്കുന്ന കാശ് അല്ലെങ്കിൽ ആ പണം പോലും പോകുന്നത് ഈ പറയുന്ന ആളുകളിലേക്കാണ്. ഒരു ഡ്രൈവർക്ക് ആഡംബര വീട്, കാറ്, സ്വന്തമായിട്ട് ഒരുപാട് കാര്യങ്ങള്, ഇതൊക്കെ നടത്തുമ്പോഴും ഇവിടുത്തെ BJPക്കും RSSനും മിണ്ടണ്ട. വിദ്യാർത്ഥികൾ പഠിക്കാൻ വേണ്ടിയിട്ട്, അവർക്ക് അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എത്താൻ വേണ്ടിയിട്ട് അവരുടെ അവകാശത്തെ ചോദിക്കുമ്പോൾ ഇവിടെ അത് വർഗീയവാദം, രാജ്യദ്രോഹ കുറ്റം, പാകിസ്ഥാനിൽ നിന്നും US നിന്നും ഒക്കെ പിന്തുണയും ഫണ്ടും ഒക്കെ വരുന്നു. ചൈന മൗലിക അവകാശമാണെന്നും കൂടെ ആലോചിക്കണം. വിദ്യാഭ്യാസം നേടാനുള്ള അവകാശം, അത് ഈ പറയുന്ന ഫണ്ട് തട്ടിത്തല്, വിദേശത്തുനിന്ന് ഫണ്ട് വന്നിട്ടാണ് ഇവർ ഈ സമരം ചെയ്യുന്നത്. അത് മാത്രമല്ല, അവിടെ നിൽക്കുന്നവരോട് ചോദിച്ചു, മീഡിയ അങ്ങോട്ട് ചോദിച്ചാണ് JNUവിന്റെ ഫുൾ ഫോം എന്തുവാണെന്ന്. അപ്പൊ അവര് പറഞ്ഞില്ല, അവർക്ക് അറിയത്തില്ലായിരിക്കാം. ഒരാളോട് ചോദിച്ചപ്പോ അവർക്ക് അറിയത്തില്ല, അവർ പറഞ്ഞില്ല. അതുകൊണ്ട് അവിടെ വന്ന് സമരം ചെയ്യുന്നവരെല്ലാം വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ്. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഈ സമരം ചെയ്ത് തുടങ്ങിയത് വിദ്യാർത്ഥികളാണ്. ഈ വിദ്യാർത്ഥികള് സമരം ചെയ്തു തുടങ്ങിയപ്പോ അവരുടെ നീതി അല്ലെങ്കിൽ അവരുടെ ആവശ്യം പറഞ്ഞു. ഇത് ന്യായമായെന്ന് തോന്നിയിട്ട് തന്നെയാണ് ഒരു പറ്റം ആളുകൾ അവിടെ അവർക്കൊപ്പം നിൽക്കുന്നത്. അല്ലാതെ വിദ്യാർത്ഥികൾ മാത്രം സമരം ചെയ്യല്ല. ആ വിദ്യാർത്ഥികളുടെ അവകാശത്തെ, ഇപ്പൊ എനിക്കൊരു മകൾ ഉണ്ടായി കഴിഞ്ഞാൽ എന്റെ മകൾക്ക് ആ നീതി വേണമെങ്കിൽ ഞാൻ അമ്മയായിട്ടുള്ള ഞാൻ പോകും, അല്ലെങ്കിൽ ചേച്ചിയായിട്ടുള്ള ഞാൻ പോകും. കാരണം അതെന്റെ അനിയത്തിയുടെ അവകാശമാണ്. അവൾക്ക് വേണ്ടി ഞാനല്ലാതെ പിന്നെ ആരാ നിൽക്കുന്നത്? അങ്ങനെയാണ് നിങ്ങൾ ആ ഒരു സമരത്തെ കണ്ട. അല്ലാതെ വിദ്യാഭ്യാസവും വിവരവും ഇല്ലാതെ അങ്ങനെയാണെങ്കിൽ അവിടെ ഭക്ഷണം കൊടുക്കുന്ന ആരായിരുന്നു? ഞാനൊരു ചിത്രം കണ്ട ഒരു സ്വാമി, ആ സ്വാമിയുടെ അപ്പുറത്തിരുന്ന ഒരാൾ നിസ്കരിക്കുകയാണ്. അവിടെ ജാതിയോ മതമോ പ്രശ്നമോ ഒന്നുമില്ല. അവിടെ ഉറങ്ങിക്കിടക്കുന്ന കുട്ടികൾക്ക്, അവിടെ സമരത്തിൽ പങ്കെടുക്കാൻ വരുന്ന ആളുകൾക്കും ഈ വീശിക്കൊടുക്കുകയാണ്. അവിടെ ജാതിയില്ല, വർഗീയതയില്ല, ഈ പറയുന്ന എഡ്യൂക്കേഷനോ മറ്റ് കാര്യങ്ങളോ ഒന്നുമില്ല. അവർക്കെല്ലാം ഈ കുട്ടികളുടെ ആവശ്യമാണ്, അല്ലെങ്കിൽ അവരുടെ അവകാശം, നീതിക്ക് വേണ്ടിയിട്ട് അവർ നിൽക്കുകയാണ്. ആ ഒരു ജനം ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് പ്രായം ചെന്നവർ അവിടെ ഇല്ലേ? ആ ആളുകളൊക്കെ സമരത്തിൽ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതാണ് അവരുടെ ആൻസർ. അതായത് അവരുടെ കുട്ടികൾക്ക് വേണ്ടി, സ്വന്തം കുട്ടികൾക്ക്, അല്ലെങ്കിൽ ജ്യേഷ്ഠന്റെ ആവട്ടെ, അനിയന്റെ ആവട്ടെ, ആരെങ്കിലും ഒക്കെ ആവട്ടെ, കുട്ടികൾക്ക് വേണ്ടി, ഭാവി തലമുറയ്ക്ക് വേണ്ടി ഓട്ടോ ഡ്രൈവർ ഫ്രീ ആയിട്ട് അവിടെ കുട്ടികളെ കൊണ്ടാക്കുന്നു. അത് വലിയൊരു സപ്പോർട്ടാണ്. അതെ, ഫുഡ് വരുന്നത് അവിടെ വൃത്തിയാക്കുന്നു. അവരെ എത്ര സമാധാനപരമായിട്ടാണ് ആ ഒരു പ്രതിഷേധത്തെ കൊണ്ടുപോയത്. ഡാൻസ് കളിക്കുന്നു, പാട്ട് പാടുന്നു, ഒരു എൻജോയ് ചെയ്തിട്ടാണ് അവർ ആ സമരത്തെ കൊണ്ടുപോയത്. ആരെ അടിക്കാൻ പോയിട്ടില്ല. പോലീസ് അടിച്ചപ്പോൾ തിരിച്ചടിച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസുകാർ മാത്രമല്ല, ഈ പോലീസുകാരുടെ ഇടയിൽ RSS ഗുണ്ടകളുണ്ട്. ഈ പറയുന്ന യൂണിഫോം ഇട്ടിട്ട് ഒരു അപ്പാപ്പൻ നിൽക്കുക. CRPF എത്രാമത്തെ വയസ്സിലാണ് റിട്ടയർഡ് ആവുന്നത് എന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. എങ്കിൽ പോലും നമുക്കറിയാം ഒരു 50-60, ആ ഒരു 50 വയസ്സിനുള്ളിലാണെന്ന് തോന്നുന്നു. ആ 50 വയസ്സ് കഴിഞ്ഞ ഒരു 10-70 വയസ്സുള്ളൊരു ഇപ്പൊ വീഴും എന്ന് നിൽക്കുന്ന ഒരു അപ്പാപ്പനെ കൊണ്ടുവന്നിട്ട് യൂണിഫോം ഇട്ടിരിക്കുക, നെയിം പ്ലേറ്റ് ഒന്നുമില്ല, ആള് അടിക്കാൻ വടിയായിട്ടൊക്കെ നിൽക്കുക.
പക്ഷെ നമ്പർ പ്ലേറ്റ് ഇല്ല, ഒന്നുമില്ല. അല്ല, നമ്പർ പ്ലേറ്റ് അല്ല, നെയിം പ്ലേറ്റ് ഇല്ല, അങ്ങനെ ഒന്നുമില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആളുകളെ നിർത്തിക്കൊണ്ട് ഇവര് നടത്തുന്ന ഒരു അടിച്ചമർത്തലാണ്. പക്ഷെ അത് കാണാതെ അത് ജനങ്ങൾ അതിനെ ഒരേപോലെ ആ കുട്ടികൾക്കൊപ്പം നിന്നു. കുട്ടികളുടെ സമരം നല്ല രീതിയിൽ നടന്നു, അവിടെ വിജയം കണ്ടു എന്നുള്ളത്. ഇപ്പൊ പേളിമാണി ഇപ്പൊ ഇവിടെ വന്ന് സ്റ്റേറ്റ്മെന്റ് നടത്തിയതിനകത്തൊന്നും വലിയ കാര്യമൊന്നുമില്ല. അവര് എന്തായാലും അവര് ചെയ്തത് അവർക്ക് അവർക്ക് രക്ഷപ്പെടണം. കാര്യം ഇനിയിപ്പോ ഓണമൊക്കെ അല്ലേ വരാൻ പോകുന്നത്. ഈ പറയുന്ന പോലെ റവന്യൂ ഒക്കെ കൂട്ടി കിട്ടുന്ന സമയമാണ്. ആഡ് കിട്ടണം, കൊളാബ് കിട്ടണം, പെയ്ഡ് പ്രൊമോഷൻ കിട്ടണം. ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും പേളിയുടെ ലൈഫിനോ അല്ലെങ്കിൽ പേളി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ നമ്മൾ വേറൊന്നും പറയല്ല. പക്ഷെ പേളി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും അങ്ങനെ വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ക്ലാരിഫിക്കേഷൻ ആയിട്ട് എനിക്ക് തോന്നിയില്ല. നമുക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്ന് എല്ലാവരും പറഞ്ഞ പേളി തന്നെ പേളിയുടെ വീഡിയോയിൽ പറയുന്നുണ്ട് എല്ലാവർക്കും ഓരോ അഭിപ്രായം ഉണ്ടെന്ന്. അവര് അങ്ങനെ ശിക്ഷിക്കണം, ഇങ്ങനെ ശിക്ഷിക്കണം, അവർക്ക് അത് വേണം ഇത് വേണം, അങ്ങനെ ബാഡ് കമന്റ് അല്ല. പക്ഷെ അവര് പറഞ്ഞ സ്റ്റേറ്റ്മെന്റും അവര് പറഞ്ഞ കാര്യങ്ങളും വളരെ തെറ്റാണ്. വളരെ അല്ല, 100% തെറ്റാണ്. കാരണം അവർക്കും 2 കുട്ടികളാണ്. ഇവര് നാളെ പഠിച്ച് വിദ്യാഭ്യാസ രംഗത്ത് മികച്ച രീതിയിൽ പോകേണ്ടവരാണ്. ഒരുപക്ഷെ ഇവർക്ക് നീറ്റ് എക്സാം എഴുതേണ്ടി വരും. അപ്പം അത്തരത്തിലായിരിക്കും നമുക്ക് മനസ്സിലാവുന്നത് ഇതിന്റെ ബുദ്ധിമുട്ട് എങ്ങനെയാണ് എന്നുള്ളത്. പിന്നെ ഈ കുട്ടികളെ മാത്രമല്ല, സിബി മലയിൽ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പരാജയപ്പെട്ട സിനിമകളെന്നൊന്നും ഒരിക്കലും പേളിക്ക് പറയാനുള്ള അത് ആർക്കും തന്നെ ഇല്ല. കാരണം അദ്ദേഹം എടുത്തു വെച്ചിരിക്കുന്ന സിനിമ ഒരിക്കലും പേളിമാണിയെ സംബന്ധിച്ചൊന്നും നമുക്കറിയാം ഒരു മോട്ടിവേറ്റർ ആണ് അല്ലെ. അതെ, ഒരു നന്നായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പുള്ളിക്കാരി. ആ പുള്ളിക്കാരി ഇങ്ങനെ വന്നിട്ട് പറയുന്നതിനോട് നമ്മൾ പെട്ടെന്ന് എല്ലാവരും പോസ്റ്റ് കണ്ടപ്പോ ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞാൽ അങ്ങനെ പേളിമാണിയോ ഇങ്ങനെ ഇട്ടോ പോസ്റ്റ് എന്ത് ചെയ്യുന്ന അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയായി പോയി നമുക്ക്. അങ്ങനെ സമൂഹത്തിൽ അത് അത്രയൊരു രീതിയിൽ നിന്ന് ഒരാൾ അങ്ങനെ പെരുമാറി, അതും ഒരാളെയും ആരെയും ജഡ്ജ് ചെയ്യാൻ നമുക്ക് ആർക്കും അവകാശമില്ല. യെസ്, ജഡ്ജ് ചെയ്യാം, തെറ്റ് കണ്ടാലും നമുക്ക് പറയാം തെറ്റാണെന്നുള്ളത്. അല്ലാതെ ഇപ്പം പരാജയപ്പെട്ട സിനിമകളുടെ ഡയറക്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇത്രയും ഈ ഒരു സമൂഹത്തില് ഈ മോട്ടിവേറ്റ് അല്ലെങ്കിൽ ഒരു സ്പീച്ച് ഒക്കെ നടത്തുന്ന ഇത്രയും നല്ല രീതിയിൽ പോകുന്ന ഒരു ഇൻഫ്ലുവൻസർ അങ്ങനെ പറയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു എന്ന് തന്നെ പറയാം അല്ലെ. അതെ, അവരുടെ അഭിപ്രായം രേഖപ്പെടുത്തിയത് അവരുടെ കറക്റ്റ് ആയിരിക്കാം. പക്ഷെ ഇത്രയും വലിയൊരു ഇൻഫ്ലുവൻസർ ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്യേണ്ടവരാണ്. അപ്പം ജനങ്ങളെ ഒരു വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അവര് ആ ഒരു സ്നേഹിക്കുന്ന രീതിയുണ്ട്. അപ്പം അതിൽ നിന്ന് മാറുമ്പോ എന്തായാലും സ്വാഭാവികമായിട്ടും വരും. പിന്നെ ഈ പറയുന്നത് പോലെ തന്നെ സോഷ്യൽ മീഡിയയില് ഇന്ന് വളർന്നു കഴിഞ്ഞാൽ നാളെ നിലത്ത് വീഴും എന്നൊരവസ്ഥയാണ്. നമ്മുടെ വായിന്ന് ഒരു തെറ്റ് വന്നാൽ മതി. പക്ഷെ ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ പറയുമ്പോൾ സൂക്ഷിക്കണം. അല്ലെങ്കിൽ ഇത്തരം പിന്നെ ഈ പറയുന്ന സിബി മലയാളിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ തന്നെ അതൊന്നും ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യമാണ്. പരാജയപ്പെട്ട സിനിമകൾ എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പോലും പറ്റില്ല. കാരണം എടുത്തു വെച്ചിരിക്കുന്ന സിനിമകള് ദേവദൂതൻ, കിരീടം, ചെങ്കോല്, അങ്ങനെ ഒരുപാട് സിനിമകളുണ്ട്. അതൊക്കെ ഇപ്പം രണ്ടാമതൊരാൾക്ക് ആ ഒരു ടൈപ്പിൽ എടുക്കാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോലും പറ്റത്തില്ല. കാരണം അത് ഓരോരോ ഡയറക്ടറിന്റെ കഴിവുകളാണ്. ഇപ്പൊ മിന്നൽ മുരളി എടുത്തു കഴിഞ്ഞാൽ ബേസിൽ കൊണ്ടുവന്ന ആ ഒരു കാര്യം മറ്റാർക്കും ഇനി കൊണ്ടുവരാൻ പറ്റത്തില്ല. അതിന്റെ വേറൊരു വേർഷനാണ് ഈ പറയുന്ന ഇപ്പൊ ഇറങ്ങിയ മൂവി കല്യാണി പ്രിയദർശന്റെയും അതുപോലെ തന്നെ ലോക ചാപ്റ്റർ എന്ന് പറയുന്ന ചാപ്റ്റർ 1. അപ്പം അങ്ങനെ ഓരോരോ സിനിമകൾക്കും അതിൻ്റെതായ കാര്യങ്ങളുണ്ട്. അത്രയും ആളുകൾ സ്നേഹിക്കുന്ന സിനിമകളാണ്, അത്രയും വിജയം കണ്ട സിനിമകളാണ്. അതൊന്നും ഒരിക്കലും നമുക്ക് ആൾക്കാരെ മാറ്റി അല്ലെങ്കിൽ പരാജയപ്പെട്ടതോ ഒന്നും പറയാൻ കഴിയില്ല. കാരണം അത്രയും കഷ്ടപ്പെട്ടെടുത്ത് ഹിറ്റായ മൂവികളാണ്. പേളി എന്തായാലും മാപ്പ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കണം.